ഹായ് ഗേസ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിനർ വീഡിയോസ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയും അതുമായിട്ട് ഉണ്ടായ വിവാദങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ ആൻ്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആൻ്റണിയെ പിന്തുണച്ചുകൊണ്ടും സുരേഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ നിരവധി പേര് രംഗത്ത് വരികയുണ്ടായപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സുകളെ പറ്റിയും നിലവിലെ ഇൻഡസ്ട്രിയിലെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മെയിൻ പോയിൻറ്റ്സുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ചില ടേംസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അറിയാമെന്നുള്ളവർക്ക് ഈ സെഷൻ സ്കിപ്പ് ചെയ്യാം. ഗ്രോസ്, ടിക്കറ്റ് വിൽക്കുന്നത് വഴി ലഭിക്കുന്ന ആകെ കളക്ഷൻ. നെറ്റ്, ആകെ ഗ്രോസ് കളക്ഷനിൽ നിന്ന് ടാക്സ് കഴിഞ്ഞുള്ള തുക. ഷെയർ, നെറ്റിൽ നിന്ന് തിയേറ്ററുകാരുടെ വിഹിതം കഴിഞ്ഞുള്ള തുക. ഫുട്ഫോൾസ്, ആകെ വിറ്റഴിയുന്ന ടിക്കറ്റുകളുടെ എണ്ണം. ആദ്യം നമുക്ക് നിർമ്മാതാക്കൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ, അവർക്ക് ഏതൊക്കെ വഴിയിലൂടെയാണ് അവരുടെ റവന്യൂ ലഭിക്കുന്നതെന്ന് നോക്കാം. 1. ബോക്സ് ഓഫീസിൽ നിന്നുള്ള വരുമാനം 2 തരം. എ. ഹോം സർക്യൂട്ട് ഷെയർ. സർക്യൂട്ട് എന്നാൽ ഓരോ ഏരിയയ്ക്ക് പറയുന്ന പേരാണ്. കേരളമാണ് മോളിവുഡിൻ്റെ ഹോം സർക്യൂട്ട്. ബി. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഓവർസീസ് റൈറ്റ്സ്. ഇപ്പോൾ ഓവർസീസൊക്കെ അവിടെ ലഭിക്കുന്ന കളക്ഷൻ്റെ ആനുപാതിക ഷെയർ ഇവിടെയുള്ള വലിയ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ലഭിക്കുന്നുണ്ട്. 2. OTT റൈറ്റ്സ്. 3. സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ്. 4. മ്യൂസിക് റൈറ്റ്സ്. 5. മെർച്ചൻഡൈസിങ് ആൻഡ് ബ്രാൻഡ് ടൈപ്സ്. പരസ്യങ്ങൾ വഴിയുള്ള വരുമാനമാണിത്. ആ പ്രസ് മീറ്റിൽ ശ്രീ സുരേഷ് കുമാർ ഉന്നയിച്ച പ്രധാന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 കോടിയും 150 കോടി എന്നൊക്കെ പറയുന്നത് പലതും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണ്. അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന ഷെയർ മാത്രമാണ് അവർ കണക്കാക്കുന്നതെന്നാണ്. എന്നാൽ നിലവിലെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ട്രേഡ് എക്സ്പെർട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് 100 കോടി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് 100 കോടി ഗ്രോസ് ടച്ച് ചെയ്യുന്നതിനാണ് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത്. അത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രികളിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഈ 4 ഇൻഡസ്ട്രികളിലും വേൾഡ് വൈഡ് കളക്ഷനെ 100 കോടി ടച്ച് ചെയ്യുന്നതിനാണ് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത്. ബോളിവുഡിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന നെറ്റ് കളക്ഷൻ 100 കോടി ടച്ച് ചെയ്യുമ്പോഴാണ് അവർ 100 കോടിയായിട്ട് കണക്കാക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിനും ഇതറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അത്രയും പൈസയൊന്നും നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ ഒന്ന് താഴ്ത്തി കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ 100 കോടി ഗ്രോസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. 2016 പുലിമുരുകനിൽ കൂടിയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു 100 കോടി ചിത്രം പിറന്നത്. അതിനുശേഷം 2019 ലൂസിഫർ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയും 9 100 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ 6 എണ്ണവും കഴിഞ്ഞ വർഷം സംഭവിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻ എത്രയാണെന്നുള്ളത് ഞാൻ ഇയർ എൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ കണ്ടുപോകാം. പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ്, ഇറങ്ങുന്ന സിനിമകളിൽ ഭൂരിപക്ഷവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വ്യവസായം നഷ്ടത്തിലാണെന്ന്. അതങ്ങനെ തന്നെയാണ്. മലയാള സിനിമ തുടങ്ങിയ കാലം തൊട്ട് നാളിതുവരെയും ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസുകൾ നേടാറുള്ളൂ, അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് ലാഭം നേടിക്കൊടുക്കാറുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നിർമ്മാതാക്കൾ ഈ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 1962-63 ശേഷം ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹത്തിന് പറയാൻ പറ്റും 50% മുകളിൽ ഹിറ്റുകൾ വന്ന് ടോട്ടൽ ഇറങ്ങിയ പടങ്ങളിൽ 50% അടുത്തെങ്കിലും സിനിമകൾ വിജയിച്ച ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുമോ? 1962-63 എന്ന് ഞാൻ പറയാൻ കാരണം അതിന് മുമ്പൊക്കെ ഒരു വർഷം 5-10 സിനിമകളൊക്കെയാണ് ഇറങ്ങിയിരുന്നത്. അങ്ങനെ ഇല്ല. അത് നമ്മുടെ വ്യവസായത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിർമ്മാതാക്കൾ വീണ്ടും വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2010-11 സമയത്ത് സ്റ്റാർട്ടായ ന്യൂജൻ തരംഗത്തിലൂടെ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ആശയപരമായിട്ടും വ്യാവസായികപരമായിട്ടും ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാ രീതിയിലും മലയാള സിനിമയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. വ്യാവസായികപരമായിട്ട് വലിയ രീതിയിൽ വളർച്ച വന്നു. 2013 ആദ്യമായിട്ട് ദൃശ്യത്തിലൂടെ 50 കോടി, 2016 പുലിമുരുകനിലൂടെ 100 കോടി, ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിലൂടെ 200 കോടി. അങ്ങനെ മലയാള സിനിമാ വ്യവസായം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് പീരീഡ്, പോസ്റ്റ് പാൻഡമിക് ഇറയിൽ ഫുട്ഫോൾ ജനറേഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പണ്ടൊന്നും 40 ലക്ഷം ഫുട്ഫോൾസ് എന്ന് പറയുന്നത് ഇത്തിരി ഒരു ടഫ് ടാസ്ക് ആയിരുന്നു. ഇന്ന് അല്ല, ഒരുവിധം നല്ല പടമാണെന്ന് മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ 40 ലക്ഷമൊക്കെ ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 കോടി ഓപ്പണിംഗ് എന്ന് പറയുന്നത് പണ്ട് ഒരു ബെഞ്ച് മാർക്കായിരുന്നു. ഇന്നിപ്പോൾ 2 കോടി പോയിട്ട് 3 കോടി പോലും വലിയൊരു ടാസ്ക് അല്ല. 50 കോടി ക്ലബ്ബെന്ന് വലിയ രീതിയിൽ പണ്ട് പറഞ്ഞ് ഘോഷിച്ചുകൊണ്ടിരുന്നത് ഇന്ന് 100 കോടിയിലേക്ക് അത് മാറി. എന്നതൊന്നും വലിയ കാര്യങ്ങളല്ല. ആ രീതിയിൽ വ്യവസായം വളർന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ്, സ്ക്രീൻ കൗണ്ടിലെ വർധനവ്.
കൊറോണയ്ക്ക് മുമ്പ് വരെ കേരളത്തിൽ ആകെ ഒരു 500 സ്ക്രീൻസിനടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 777 ഉയർന്നിട്ടുണ്ട് 2024 അവസാനത്തിലെ കണക്ക് പ്രകാരം. അപ്പോൾ സിനിമാ വ്യവസായം താഴോട്ടാണോ മുകളിലേക്കാണോ? സിനിമ കാണാനുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഒരു മൂവി കൾച്ചറിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷം. അത് ഈ വർഷം അവസാനത്തോടുകൂടി 800ലേക്ക് ഉയരും സ്ക്രീൻ കൗണ്ട്. ഓരോ ജില്ലയിലും എത്ര തിയേറ്ററുകളുണ്ട്, എത്ര സ്ക്രീൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം മലയാള സിനിമാ വ്യവസായം നടത്തിയ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. 1728 കോടിയാണ് കമ്പൈൻഡ് ഗ്രോസ് വന്നത്. അത് 2000 ശേഷം ഇങ്ങോട്ട് ഏറ്റവും ബെസ്റ്റ് ഇയർ തന്നെയായിരുന്നു 2024. ഇനി മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ടോപ്പ് 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് 2024 നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ചിലപ്പോൾ ആദ്യത്തെ 1, 2 വരാം, അത് എനിക്ക് പരിശോധിക്കണം. 2000 ഇപ്പുറത്തോട്ട് 2024 തന്നെയായിരുന്നു ബെസ്റ്റ് ഇയർ. മറ്റ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരും ക്രിട്ടിക്സും പ്രേക്ഷകരുമൊക്കെ മലയാള സിനിമയെ ഉറ്റുനോക്കുകയും നമ്മളെ സിനിമകളെ പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഇവിടെ കാര്യങ്ങളൊന്നും ശരിയല്ല, സിനിമകളെല്ലാം പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ഒരു പ്രസ് മീറ്റ് വച്ചത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിർമ്മാതാക്കളുടെ മറ്റൊരു പ്രധാന വരുമാന സോഴ്സായിരുന്നു OTT റൈറ്റ്സ്. ആ മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ മാർക്കോ പോലും 8-9 കോടിക്കും കണ്ടാണ് അതിൻ്റെ OTT റൈറ്റ്സ് വിറ്റുപോയത്. എക്സ്ക്ലൂഡിങ് ഹിന്ദി. റിലീസിന് മുമ്പ് തന്നെ ഹിന്ദി ഡിജിറ്റൽ സാറ്റലൈറ്റ് എല്ലാം കൂടിയൊക്കെ 3 കോടിക്ക് വിറ്റുപോയിരുന്നു. ഈ അടുത്ത് സൂപ്പർ ഹിറ്റായിട്ട് മാറിയ രേഖാചിത്രം, അതും 10 കോടിക്ക് താഴെയാണ് ബിസിനസ് നടന്നത്. മുമ്പായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി ബിസിനസ് നടത്താൻ കഴിയുമായിരുന്നു. എത്ര വലിയ സൂപ്പർ താരമാണെന്ന് പറഞ്ഞാലും അവർ ചോദിക്കുന്ന കാശൊന്നും ഇപ്പോൾ OTTക്കാർ കൊടുക്കുന്നില്ല. പല ചിത്രങ്ങളും OTT ഡീൽ നടക്കാതെ ഇരിക്കുകയാണ്. ബോസാൻകോ, ബാന്ദ്ര പോലുള്ള ചിത്രങ്ങളൊക്കെ. ബാന്ദ്രയിൽ പോയി അടുത്ത കാലത്ത് ആരോ എടുത്തെന്ന് തോന്നുന്നു. ബോസാൻകോ ഇതുവരെയും വിട്ടു പോയിട്ടില്ല. ഇത് ഓരോ മാസവും OTT അവർ ചാർട്ട് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളും. അപ്പോൾ അതനുസരിച്ച് അവരുടെ ആ ഒരു സ്ലോട്ടിനനുസരിച്ച് റിലീസ് ഡേറ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടത്തുള്ളൂ. ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇനി OTTക്ക് അടുത്ത് ജൂലൈയിലും അങ്ങോട്ട് സ്ലോട്ടുള്ളൂ. ഇപ്പോഴേ ആ പടം റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതൊന്ന് പഴകിപ്പോവും. അതുകൊണ്ട് തന്നെ അത് റിലീസ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതാണ് നിലവിലെ OTT ആയിട്ട് ബന്ധപ്പെട്ട സാഹചര്യം. പിന്നെ ഉള്ളത് മ്യൂസിക് റൈറ്റ്സ്. പണ്ട് തുച്ഛമായിട്ടുള്ള തുക കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കോടികളാണ് മ്യൂസിക് റൈറ്റ്സ് കിട്ടുന്നത്. സോണി, തിങ്ക് മ്യൂസിക് പോലുള്ള കോർപ്പറേറ്റ് ടീംസുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ചു തുടങ്ങി. സുഷിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്ന ആൽബത്തിനൊക്കെ 2 കോടിയും 2.5 കോടിയൊക്കെയാണ് റൈറ്റ്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുഷിൻ്റെയൊക്കെ റെമ്യൂണറേഷൻ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ബോഗൻവില്ല എന്ന് പറയുന്ന പടത്തിൽ അതിലെ ഹീറോയെക്കാളും റെമ്യൂണറേഷൻ മേടിച്ചത് സുഷിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലായി കാര്യം. കോർപ്പറേറ്റ് ബുക്കിംഗ്, ഈ ഒരു രീതി ഇപ്പോൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ബുക്കിംഗ് എന്ന് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ ടിക്കറ്റുകൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ബൾക്കായിട്ട് ആദ്യ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് പടത്തിൻ്റെ ഡിമാൻഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ല കണ്ടൻറ്റുള്ള പടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം പ്രോഡക്റ്റിൽ വിശ്വാസമുള്ള ആൾക്കാർ കോർപ്പറേറ്റ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ട് മലയാളത്തിൽ യൂസ് ചെയ്തത് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ബോളിവുഡിലൊക്കെ ഇതിപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ ഒരു രീതിക്ക് എതിരെ ട്രേഡ് എക്സ്പെർട്ടുകളൊക്കെ പല തരത്തിലും ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു പ്രവണതയായിട്ട് അവർ കരുതുന്നില്ല. അപ്പോൾ ഒരു മോശം പടമാണെങ്കിൽ അതിൽ പിന്നെ കോർപ്പറേറ്റ് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുണമൊന്നും മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. കോർപ്പറേറ്റ് ബുക്കിങ്ങിൽ തന്നെ പ്രൊഡ്യൂസർ നേരിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇതിൽ ഈ പടത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല ബ്രാൻഡുകളുമായിട്ട് ഇവർ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അതിന് പകരം കാശ് മേടിക്കുന്നതിന് പകരം ടിക്കറ്റ് മേടിക്കാൻ ഉള്ള ഡീൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ ബൾക്കായിട്ട് ടിക്കറ്റ് മേടിക്കുകയും ജീവനക്കാർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഈ പ്രസ് മീറ്റിൽ അദ്ദേഹം ഉയർത്തി കാണിച്ചത് നടീനടന്മാരുടെ പ്രതിഫലമാണ്. അപ്പോൾ പ്രതിഫലത്തിനെ പറ്റി പറയാനാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ വീഡിയോ ചെയ്യേണ്ടി വരും. കാര്യം ഇൻഡസ്ട്രി വലുതായി, വ്യവസായം വലുതായതോടുകൂടി റെമ്യൂണറേഷനും ആൾക്കാരുടെ കൂടിയിട്ടുണ്ട്. മിക്കവാറും നടന്മാരെല്ലാം തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലൊരു പ്രൊഡ്യൂസറിന് കാശ് കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരാണ് നടന്മാർ. അപ്പോൾ ഈ നടന്മാരുടെ പുറകെ പോകാതെ ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് പടം എടുക്കാമല്ലോ നിർമ്മാതാക്കൾക്ക്.
അപ്പോൾ തങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന പണിക്കുള്ള പ്രതിഫലം നിശ്ചയിക്കുന്നത് ഞാനാണ്, അത് മറ്റൊരാളല്ല. അപ്പോൾ എൻ്റെ പ്രതിഫലം നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളിനെ നോക്കുക, സിമ്പിൾ. അപ്പോൾ എന്താ പറയുക, ഒരു വലിയ താരം ഇല്ലാതെ പോലും 100 കോടിയൊക്കെ ഗ്രോസ് അടിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് വരെ അടിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല നല്ല കഥകൾ ഉണ്ടാക്കുക, നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്ത് ബിസിനസ് നടത്താൻ നോക്കുക. അല്ല സൂപ്പർ താരം വേണമെന്ന് വിചാരിക്കണമെങ്കിൽ അവർ പറയുന്ന കാശ് കൊടുത്ത് അവരെ അഭിനയിപ്പിക്കുക. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളും സിനിമയെ വളരെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത് വലിയ രീതിയിലുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന യുവ സംരംഭകരുമൊക്കെ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മലയാള സിനിമയാണിപ്പോൾ. അപ്പോൾ അവിടെ പഴയകാല സെറ്റപ്പിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മുടെ സൗഹൃദ വലയങ്ങൾക്കുള്ളിലുള്ള സൂപ്പർ താരങ്ങളെയൊക്കെ അഭിനയിപ്പിച്ച് അത്യാവശ്യം പൈസ ഉണ്ടാക്കാമെന്ന് കരുതുന്ന പഴയകാല നിർമ്മാതാക്കളുടെ ഒരു രീതി ഇന്നത്തെ രീതിയുമായി മാച്ച് ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഉരസൽ അല്ലെങ്കിൽ റിഫ്ലക്ഷൻസാണ് ഇപ്പോൾ കാണുന്ന സംഭവ വികാസങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുക. ഞാൻ എല്ലാത്തിനും മറുപടി നൽകാം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബൈ.